നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സാമിൻ്റെ സിലബസ് നമ്മൾ അറിഞ്ഞിരിക്കണം. എക്സാമിൻ്റെ സിലബസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ സിലബസ്. നിങ്ങൾക്ക് നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാംസിലേക്ക് വരുമ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഒരുപാട് പേരും ഫോക്കസ് ചെയ്യുന്നൊരു വളരെ പോപ്പുലർ എക്സാംസ് ആണ് നമ്മുടെ ബാങ്ക് എക്സാംസ് എന്ന് പറയുന്നത്. അപ്പം ബാങ്ക് എക്സാംസ് എന്ന് പറയുമ്പോഴും അവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ലൈക്ക് ഏതെങ്കിലും ഒരു എക്സാം അല്ല ബാങ്ക് എക്സാം എന്ന് പറയുന്നത്. ഒരുപാട് ഡിഫറെൻറ്റ് സെക്ടർ ബാങ്ക്സ് വിളിക്കാറുണ്ട്. ഇനി ബാങ്ക്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് പേരും ബാങ്ക് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. എസ്പെഷ്യലി ആദ്യമായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നവരാണെങ്കിലും ബാങ്ക് മാത്രമാണ് നോക്കുന്നത്. പക്ഷേ ബാങ്ക് മാത്രമല്ല, ആക്ച്വലി ഒരുപാട് റെഗുലേറ്ററി ബോഡീസ് ഉണ്ട്. ലൈക്ക് സെബിയും അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഓർഗനൈസേഷൻ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് അണ്ടറിൽ തന്നെ വരുന്ന വളരെ ഇമ്പോർട്ടൻറ്റ് എന്താ പറയുക ഇൻസ്റ്റിറ്റ്യൂഷനായ സെബി പോലത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ വിളിക്കാറുണ്ട്. ഇതല്ലാതെ ഒരുപാട് പേര് വിട്ടുകളയുന്ന, അറ്റ്ലീസ്റ്റ് ആദ്യത്തെ കുറേ പ്രിപ്പറേഷൻ്റെ നാളുകളെങ്കിലും വിട്ടുകളയുന്ന, ഇമ്പോർട്ടൻസ് കൊടുക്കാത്തൊരു ഏരിയ ഉണ്ട്. ഇൻഷുറൻസ് സെക്ടർ വളരെ വലിയൊരു ഏരിയ ആണ് ഇൻഷുറൻസ് സെക്ടർ എന്ന് പറയുന്നത്. അവിടെയും ഏതെങ്കിലും ഒരു എക്സാം അല്ല ഉണ്ട്. ഒരുപാട് ഇൻഷുറൻസ് സെക്ടേഴ്സ് ഉണ്ട്, ഒരുപാട് ഇൻഷുറൻസ് കമ്പനീസ് ഉണ്ട്. അതിൻ്റെ അടിയിൽ ഡിഫറെൻറ്റ് പോസ്റ്റിനാണ് നമുക്കിത് വിളിക്കുന്നത്. ആൻഡ് നമ്മൾ കഴിഞ്ഞ വർഷം ഏകദേശം ഒരു വർഷം മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഷുറൻസ് എക്സാംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ വർഷം ആൻഡ് ഇനി വരുന്ന വർഷങ്ങളിലും. ബിക്കോസ് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് മുമ്പിൽ നമ്മുടെ ഇൻഡിപെൻഡൻസിൻ്റെ 100 years ആവുന്ന സമയത്ത് നമ്മുടെ ഈ ഇൻഷുറൻസ് കവറേജ് എന്ന് പറയുന്നത് 100% ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നൊരു ലോങ് ടേം ഗോൾ കൂടിയുണ്ട് ഇന്ത്യൻ ഗവൺമെൻറ് മുമ്പിൽ. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ കറൻ്റ് അത് അറൗണ്ട് ഒരു 33 to 35% എന്തുമാണ് നിൽക്കുന്നത് കവറേജ് എന്ന് പറയുന്നത്. അതിനെയാണ് 100 വരെ എത്തിക്കേണ്ടത്. അപ്പോൾ അത് ഒരിക്കലും പെട്ടെന്ന് അങ്ങ് എത്തിക്കാൻ പറ്റത്തില്ല, കുറച്ച് സമയം എടുക്കും ആ ഒരു പോയിന്റ് റീച്ച് ചെയ്യണമെങ്കിൽ. അപ്പം അങ്ങനെ ആ ഒരു ഗോൾ കൂടി ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻഷുറൻസ് സെക്ടേഴ്സിൽ ഒരുപാട് റിക്രൂട്ട്മെൻറ്റ്സ് നടക്കുന്നുണ്ട്. ഈ വർഷം ആക്ച്വലി ബാങ്ക് എക്സാംസ് തുടങ്ങി വെച്ച് തന്നെ ഇൻഷുറൻസ് എക്സാമിൽ നിന്നായിരുന്നു എന്ന് വേണമെങ്കിലും പറയാം. എല്ലാ വർഷവും വർഷത്തിൻ്റെ അവസാനമാണ് വിളിക്കുന്നതെങ്കിൽ ഈ വർഷം നമുക്ക് വളരെ നേരത്തെ തൊട്ടേ ഇൻഷുറൻസ് എക്സാംസ് വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കറൻ്റ്ലി നമുക്കൊരു നോട്ടിഫിക്കേഷൻ ആക്റ്റീവായിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇപ്പം കറൻ്റ്ലി ഉണ്ട്. അപ്പം നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ബാങ്ക് എക്സാംസ് എന്ന് പറയുമ്പോൾ ബാങ്ക് എക്സാംസിൽ മാത്രമല്ല ഇൻഷുറൻസ് സെക്ടേഴ്സിലും വരുന്നുണ്ട്. ആൻഡ് അത് എടുത്തു പറയാൻ കാരണം നമ്മുടെ ബാങ്ക് എക്സാംസിൻ്റെ അതേ സിലബസിൽ അതേ പാറ്റേണിലാണ് മോസ്റ്റ് ഓഫ് ദി ഇൻഷുറൻസ് കമ്പനീസിൻ്റെ എക്സാംസും കണ്ടക്ട് ചെയ്യുന്നത്. അവിടെയും നമുക്ക് ഇതേപോലെ തന്നെ ഒരു ക്ലർക്കൽ ലെവലും ഓഫീസർ സ്കെയിൽ ലെവലിലും എക്സാംസ് നടക്കാറുണ്ട്. 2026 ബാങ്ക് SSC കലണ്ടർ ഉടൻ വരുന്നു. വരാനിരിക്കുന്നത് 1,00,000-ൽ പരം അവസരങ്ങളാണ്. കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് മെന്റേഴ്സിനൊപ്പം വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്കൊരു സർക്കാർ ജോലി നേടിയെടുക്കാം. അതും ഇപ്പോൾ ഏറ്റവും മികച്ച ഓഫേഴ്സിൽ. എൻട്രി ഫ്യൂച്ചർ ഫെസ്റ്റിന്റെ ഭാഗമായി ബാങ്ക് SSC RRBയുടെ എല്ലാ കോഴ്സുകളും 40% വരെ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാം. കൂടെ അൺലിമിറ്റഡ് വാട്സ്ആപ്പ് അക്സസും. കൂടാതെ ഈ മാസം ഗോൾഡ് കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവരിൽ 3 പേർക്ക് നേടാം അൺലിമിറ്റഡ് ട്രാക്ക് വാലിഡിറ്റി. പെട്ടെന്ന് രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ കോഴ്സ് ഓഫേഴ്സ് എന്താണെന്ന് അറിയൂ. ഓൾറെഡി വിളിച്ചിട്ടുണ്ട്. അതിൻ്റെ എക്സാംസ് ഒക്കെ തന്നെ നമ്മുടെ ഡിസംബർ ലാസ്റ്റോടും ജനുവരി ഹാഫോടൊക്കെ കണ്ടക്ട് ചെയ്യും. അത് കഴിയും. ഇനി അടുത്ത വർഷത്തേക്കുള്ള എക്സാംസിന് ഒരു സമയം തുടങ്ങുകയാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻ ഒരിക്കലും നമ്മൾ എക്സാമിൻ്റെ തൊട്ട് മുമ്പ് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസം പോലും തികച്ച് കിട്ടത്തില്ല പ്രോപ്പർ പ്രിപ്പറേഷന് വേണ്ടിയൊക്കെ. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നമുക്ക് ഒരു 1-1.5 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് എന്ത് വരും, നമുക്ക് എക്സാംസ് ഒക്കെ വരും. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രിപ്പറേഷൻ വളരെ നേരത്തെ തുടങ്ങണം. ബിക്കോസ് നമുക്കൊരു 6 months പ്രിപ്പറേഷൻ അത്യാവശ്യം നമുക്കിവിടെ വേണം. ഒരു 3 to 4 months സിലബസ് കവർ ചെയ്യാനും ഒരു 2 to 3 months നമുക്ക് അത്യാവശ്യം പ്രാക്ടീസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ഒരു പോയിന്റ് റീച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു ആദ്യമായിട്ട് ഒരു ഫ്രഷർ ബാങ്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങുമ്പം എങ്ങനെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം, നമ്മൾ ഇനിഷ്യലി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല, വളരെ ചെറിയ ഇനിഷ്യലി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എങ്ങനെ തുടങ്ങാം എന്നുള്ളത്. അപ്പം എന്നെ കേൾക്കുന്നവർ നിങ്ങൾ ആദ്യമായിട്ട് ബാങ്ക് എക്സാം പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർ, അവർ തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ലെങ്കിൽ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ, ഓർ നിങ്ങൾക്ക് അറിയാവുന്ന ആർക്കെങ്കിലും ഈ ഒരു പ്രിപ്പറേഷൻ ചെയ്യാൻ പ്ലാൻ ഉള്ളവരുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. അവർക്കും അതൊരു വളരെ യൂസ്ഫുൾ ആയിരിക്കും. അവർക്കും അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞ് മനസ്സിലാക്കി അവർക്ക് അത് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത് എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് നമുക്കൊരു ചെക്ക് ലിസ്റ്റ് പോലെ തന്നെ മനസ്സിലാക്കാം. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നേക്കാളും എളുപ്പം നമുക്ക് ഈ പറയുന്ന ഒരു ചെക്ക് ലിസ്റ്റ് പോലെ ഓരോരോ പോയിന്റ്സ് ആയിട്ട് നമുക്കതൊന്ന് മനസ്സിലാക്കാം. സോ ആദ്യം തന്നെ നമുക്ക് വരുന്നത് നമുക്കൊരു തുടക്കത്തിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ എക്സാംസിനെ കുറിച്ച് എങ്ങനെ അറിയാൻ പറ്റും. ഒരു ചോദിക്കുന്നതാണ് എക്സാംസ് ഒക്കെ ഉണ്ട് എന്ന് അറിയാൻ, പക്ഷേ ഇത് എങ്ങനെ അറിയുന്നത്, എപ്പോഴാണ് വിളിക്കുന്നത്, എങ്ങനെ അറിയും എന്നുള്ളത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. സോ അത് അറിയാനുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ IBPS നടത്തുന്ന എക്സാംസ്, ഓക്കെ, ഇന്ത്യൻ ബാങ്കിങ് പേഴ്സണൽ സർവീസ്, നമ്മുടെ നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ ഒക്കെ എക്സാംസ് ഒരുമിച്ച് നടത്തുന്നത് IBPS ആണ്. അതുപോലെ നമ്മുടെ റൂറൽ ബാങ്കിൻ്റെ എക്സാംസും IBPS, ഓക്കെ, IBPS ഇന്ത്യൻ ബാങ്കിങ് പേഴ്സണൽ സർവീസ് IBPS ആണ് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. കണ്ടക്ടിങ് ബോഡി ഈ പറഞ്ഞ IBPS ആണ്. അപ്പോൾ ഈ IBPS നടത്താൻ പോകുന്ന, ഈ വർഷം നടത്താൻ പോകുന്ന, അല്ലെങ്കിൽ ഇനി വരുന്ന വർഷം നടത്താൻ പോകുന്ന എക്സാംസിൻ്റെ എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു കലണ്ടർ യൂഷ്വലി വർഷത്തിൻ്റെ തുടക്കത്തിൽ പബ്ലിഷ് ചെയ്യാറുണ്ട്. മോസ്റ്റ്ലി അത് വരുന്നത് ജനുവരി അവസാനം അല്ലെങ്കിൽ ഫെബ്രുവരിയിലാണ് കൂടുതലും വന്ന് കണ്ടിട്ടുള്ളത്. ബിക്കോസ് എക്സാംസ് ഒക്കെ ഒരു ജൂൺ ജൂലൈ കഴിഞ്ഞ് തുടങ്ങത്തുള്ളൂ. അതുകൊണ്ടാണ് ആ ഒരു സമയമായിട്ട് നമുക്ക് ഈ പറഞ്ഞ കലണ്ടർ വരുന്നത്.
ഇപ്പോൾ എവിടെ നിന്ന് എക്സാമിനെ കുറിച്ച് അറിയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ കലണ്ടർ, നമ്മുടെ ഈ ബാങ്കിങ് എക്സാമിൻ്റെ IBPS റിലീസ് ചെയ്യുന്ന കലണ്ടറിൽ നിന്ന് IBPS നടത്താൻ പോകുന്ന എക്സാംസിനെ കുറിച്ചൊക്കെ അറിയാൻ പറ്റും. പിന്നെ SBIയുടെ എക്സാം അങ്ങനെ കറക്റ്റ് സമയമൊന്നുമില്ല. SBI അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് വേക്കൻസി ക്രിയേറ്റ് ആകുമ്പോൾ അവർ ഒരു വർഷത്തിൽ തന്നെ ചിലപ്പോൾ 1 വട്ടമോ 2 വട്ടമൊക്കെ വിളിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ വർഷം നമുക്ക് IBPSൻ്റെ ക്ലർക്കിൻ്റെ എക്സാം 2 വട്ടം കണ്ടക്ട് ചെയ്തു, അതുപോലെ POയുടെ എക്സാം 2 വട്ടം വിളിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഇപ്പം SBIക്ക് തോന്നുന്നു അടുത്ത വർഷം ഇനിയും കുറേ വേക്കൻസീസ് ഫില്ല് ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ അവർ ചിലപ്പോൾ 1 തവണയോ 2 തവണയോ അവർക്ക് ഇഷ്ടമുള്ള സമയത്തായിരിക്കും വിളിക്കുന്നത്. ഈ വർഷം തന്നെ നമുക്ക് തുടക്കത്തിലൊരെണ്ണം വിളിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് നമുക്ക് അതിന് ശേഷം ഏകദേശം മിഡ് ഓഫ് ദി ഇയർ നമുക്ക് ഈ പറഞ്ഞ SBI വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രോസസ്സ് ഇപ്പോൾ ഓൺഗോയിങ് ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ബാങ്ക് എക്സാമിൽ കിട്ടുന്ന വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഫാസ്റ്റാണ് ഈ ബാങ്കിങ് എക്സാമിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അടുത്ത മാസം പ്രിലിംസ് എക്സാം കാണും. എക്സാം കഴിഞ്ഞ ഒരു 15 ദിവസത്തിൻ്റെ അകത്തേക്ക് തന്നെ അല്ലെങ്കിൽ ഒരു കുറച്ച് ദിവസത്തിൻ്റെ അകത്ത് തന്നെ റിസൾട്ട് വരും. റിസൾട്ട് വന്നതിന് ശേഷം പിന്നെ ഒരു 10-15 ദിവസത്തിൻ്റെ അകത്ത് തന്നെ മെയിൻസ് എക്സാം കാണും. ആ എക്സാമും കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തെ എക്സാം കാണും. അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ ഉള്ള എക്സാംസ് ആണെങ്കിൽ ഇൻ്റർവ്യൂവും കഴിഞ്ഞ് ഒരു മാക്സിമം 4 മാസം അല്ലെങ്കിൽ 5 മാസം ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ, ലൈക്ക് ആ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തൊട്ടുള്ള പ്രോസസ്സ് അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്നത് ഒരു 3.5 മാസം 4 മാസം എടുക്കാറുള്ളൂ. റിസൾട്ട് വരാനും ഏകദേശം ഉടനെ തന്നെ റിസൾട്ട് വരും, അല്ലെങ്കിൽ കുറച്ചുകൂടി സമയം കഴിഞ്ഞാലും 5 മാസത്തിനകത്ത് നമുക്ക് ഈ പറഞ്ഞ റിസൾട്ട്സ് വരും. അപ്പോൾ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ, ലൈക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തൊട്ടുള്ള എക്സാം വരെ കംപ്ലീറ്റ് ചെയ്യുന്ന വരെയുള്ള പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ അവർക്ക് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 3.5 മാസം 4 മാസത്തോളം എടുക്കാറുള്ളൂ. അതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. സോ വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്ന ഒരു എക്സാംസ് കൂടിയാണ്, കോമ്പറ്റേറ്റീവ് എക്സാം കൂടിയാണ് ബാങ്ക് എക്സാം കമ്പയർ ടു അതർ എക്സാംസ്. നമ്മുടെ വേറെ SSC, റെയിൽവേ, ബാക്കിയുള്ള എക്സാംസ് ഒക്കെ ഇവൻ നോക്കിയാൽ പോലും, സെൻട്രൽ ഗവൺമെന്റിന്റെ ബാക്കി എക്സാംസ് നോക്കിയാൽ പോലും വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്ന ഒരു എക്സാം കൂടിയാണ് നമ്മുടെ ഈ ഒരു ബാങ്ക് എക്സാംസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഒരു ഫാക്ടർ കൂടി അതിനുണ്ട്. അപ്പോൾ നമുക്ക് എക്സാംസിനെ കുറിച്ച് അറിയാൻ പറ്റുന്ന എവിടെ നിന്നാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലായി. പിന്നെ ഇൻഷുറൻസിൻ്റെ എക്സാംസ് ഒക്കെ ആണെങ്കിലും അതവർ എന്താ പറയുക, ഇഷ്ടമുള്ള സമയത്താണ് വിളിക്കുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് ഒരു സമയമൊന്നുമില്ല, ഈ സമയത്ത് വിളിക്കും. പക്ഷേ നമുക്ക് ഇങ്ങനെ പറയാം, ഒരു വർഷത്തിൽ നമ്മുടെ ഒരു മെയ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഏപ്രിൽ മെയ് കഴിഞ്ഞാൽ എല്ലാ മാസവും ബാങ്ക് എക്സാംസ് ഉണ്ട്. എല്ലാ മാസത്തിലും ഒരു നോട്ടിഫിക്കേഷൻ എങ്കിലും വരും എന്ന് നമുക്ക് പറയാനും പറ്റും. ബാങ്ക് എക്സാംസ് അങ്ങനെയാണ്, നമുക്ക് എല്ലാ മാസത്തിലും ഒരു എക്സാമും കാണും, എല്ലാ മാസത്തിലും ഒരു നോട്ടിഫിക്കേഷൻ എങ്കിലും മിനിമം വരും എന്ന് നമുക്ക് പറയാൻ പറ്റും. അതൊരു ജൂൺ കഴിയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ എക്സാംസിനെ കുറിച്ച് അറിയണമെങ്കിലും വളരെ എളുപ്പമുള്ള ഒരു വഴി എന്ന് പറയുന്നത് ഈ ഒരു ചാനൽ. ഓക്കെ, നിങ്ങളിപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരുന്നാൽ മതി. നിങ്ങൾക്ക് ഏത് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ചാനൽ വഴി അറിയാൻ പറ്റും. വളരെ പെട്ടെന്ന് തന്നെ ഈ ചാനൽ വഴി അറിയാൻ പറ്റും. ഇവിടെ അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇൻക്ലൂഡിങ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് അടക്കം പോകുന്നുണ്ട്. നിങ്ങൾ ചാനലിൽ ചെന്ന് നോക്കാം, അവിടെ നിങ്ങൾക്ക് ആ ലേറ്റസ്റ്റ് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ അപ്ഡേറ്റ്സും അതുപോലെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് അടക്കം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. വീക്കിലി പോകുന്ന ക്വസ്റ്റ്യൻ പ്രാക്ടീസ് അടക്കം. ഓക്കെ, സോ അതുവഴി നിങ്ങൾക്കറിയാം. ഇനി രണ്ടാമത് നമുക്കിപ്പോൾ ഈ ബാങ്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് അറിയേണ്ട വേറൊരു കാര്യമാണ്, ആർ യു ക്വാളിഫൈഡ്, നമുക്കിത് അപ്ലൈ ചെയ്യാൻ ക്വാളിഫൈഡ് ആണോ എന്നുള്ളത്. ഇപ്പം ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ 2 ഫാക്ടേഴ്സാണ് വരുന്നത്. ഒന്ന് ഏജ് ലിമിറ്റും, 2 നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും. അപ്പോൾ ക്ലർക്ക് എക്സാം ആയാലും ശരി, ഒരു ഓഫീസർ സ്കെയിൽ ആയാലും ശരി, ക്ലർക്ക് ആയാലും ശരി, ഓഫീസർ ആയാലും ശരി, നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞ് വരുന്നത് ഒരു ഗ്രാജുവേഷൻ ഡിഗ്രി മാത്രമാണ്. ലൈക്ക് നിങ്ങൾക്ക് വേറെ പോസ്റ്റ് ഗ്രാജുവേഷനോ അങ്ങനെയുള്ള കേസുകളൊന്നും വരില്ല. ചില പ്രൈവറ്റ് ബാങ്ക്സ് വിളിക്കുന്ന സമയത്ത് ചില പോസ്റ്റുകൾക്ക് അങ്ങനെയൊക്കെ പറയാറുണ്ട്. ബട്ട് അല്ലാത്ത കേസും നാഷണലൈസ്ഡ് ബാങ്ക്സും നമ്മുടെ ഈ പറഞ്ഞ ബാക്കിയുള്ള SBI അത് ഇൻഷുറൻസ് കമ്പനീസ് ഒക്കെ വിളിക്കുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന അവിടെ ഗ്രാജുവേഷൻ മാത്രമാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഗ്രാജുവേഷൻ ഡിഗ്രി ഫ്രം എനി ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്കവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങളെല്ലാവരും ക്വാളിഫൈഡ് ആയിരിക്കും. ഇപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ അല്ലെങ്കിൽ നിങ്ങൾ ഫ്യൂച്ചറിൽ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. നിങ്ങൾ മേ ബി ഇൻ കമ്മിങ് 1 or 2 ഇയർ നിങ്ങൾ ആ ഒരു ഗ്രാജുവേഷൻ ഡിഗ്രി നേടും. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഇപ്പോഴേ പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ആ ഒരു ഡിഗ്രി കിട്ടുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ എക്സാംസ് എഴുതി ക്ലിയർ ചെയ്ത് എടുക്കാം. നേരത്തെ പഠിച്ച് തുടങ്ങുകയാണെങ്കിൽ അത് വളരെ നല്ലൊരു ഫാക്ടർ ആയിരിക്കും. നിങ്ങളുടെ ഒട്ടും സമയം വേസ്റ്റ് ആവും, നേരെ ഒരു ജോബിലേക്ക് എന്ന റാങ്കിലേക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഏജ് ലിമിറ്റ്, ഏജ് ലിമിറ്റിലേക്ക് വരുമ്പോഴും നമ്മുടെ ഒരു ഓഫീസറൊക്കെ ആണെങ്കിൽ 30 വയസ്സ് വരെയും, അതല്ല ക്ലർക്കൊക്കെ ആണെങ്കിൽ 28 വയസ്സ് വരെയാണ് എഴുതാൻ പറ്റുന്നത്. അതും അറിഞ്ഞിരിക്കുക. അതും അൺറിസർവ്ഡിനാണ്. നിങ്ങൾ OBC കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് അഗെയിൻ 3 years കൂടി റിലാക്സേഷൻ കിട്ടും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്ലർക്ക് ആണെങ്കിൽ അവർക്ക് 31 വരെയും, PO ആണെങ്കിൽ 35 വരെ, PO ആണെങ്കിൽ ക്ലർക്ക് ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ 31 വരെയും, PO ആണെങ്കിൽ നമുക്ക് ഈ പറയുന്ന നമ്മുടെ 30യുടെ കൂടെ +3 33 വരെയും പറ്റും. ഇനി SC ST കാറ്റഗറി ആണെങ്കിൽ അവർക്ക് +5 years ആണ്. എന്ന് പറഞ്ഞാൽ 28ൻ്റെ കൂടെ +5 33യും, ഓഫീസർ ആണെങ്കിൽ 30യുടെ കൂടെ +5 35ഉം. അതാണ് നമുക്ക് അവിടെ വരുന്ന ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആർ യു ക്വാളിഫൈഡ് എന്നുള്ള ക്വസ്റ്റിൻ്റെ ആൻസർ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരിക്കും. എവിടെ നിന്നാണ് നിങ്ങൾക്ക് എക്സാമിനെ കുറിച്ച് അറിയാൻ പറ്റുന്നതെന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി ഇതിന് ശേഷമാണ്
നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഏരിയ നിങ്ങളൊന്ന് പ്ലാൻ ചെയ്യുക. നിങ്ങൾക്കൊരു ഓഫീസ് ആവണോ അതോ ക്ലർക്ക് ആവണോ എന്നുള്ളത് നിങ്ങൾ പ്ലാൻ ചെയ്യുക. ഇപ്പോൾ ചിലവർക്ക് ആദ്യം ക്ലർക്കായിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് പിന്നെ ഓഫീസ് സ്കെയിലിലേക്ക് മൂവ് ചെയ്യാം എന്നൊരു പ്ലാൻ ചെയ്യുന്നവരുണ്ട്. സ്റ്റാർട്ടിങ് സിമ്പിളായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ചിലവർ വളരെ ആംബിഷ്യസ് ആയിരിക്കും, ആദ്യം തന്നെ ഓഫീസറിൽ സ്റ്റാർട്ട് ചെയ്യണം, നല്ല പോസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നവർ കാണും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഒരു ഇൻട്രസ്റ്റ് ഏരിയ സെറ്റ് ചെയ്യുക. നിങ്ങൾ ക്ലർക്കൽ പോസ്റ്റിലാണോ ആദ്യമേ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതോ PO ആണോ ആദ്യമേ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ പ്ലാൻ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഏരിയാസ് ഉണ്ടോയെന്ന് കൂടി നിങ്ങൾ പ്ലാൻ ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ SBI വേണോ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വേണോ, അതോ IBPS സാധാരണ നാഷണലൈസ്ഡ് ബാങ്ക്സ് വേണോ, റൂറൽ ബാങ്ക് വേണോ, ഇൻഷുറൻസ് വേണോ, റെഗുലേറ്ററി ബോഡി വേണോ, നേരത്തെ പോലെ SEBI അതേപോലത്തെ. അപ്പോൾ ഏതാണ് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഏരിയ എന്നുള്ളത് നിങ്ങൾ ആദ്യമേ ആ ഗോൾ ഒന്ന് സെറ്റ് ചെയ്യുക. ഇപ്പോൾ ഒരുപാട് പേരും സെറ്റ് ചെയ്യുന്ന ഒരു ഗോളാണ് SBI ക്ലർക്ക് അല്ലെങ്കിൽ SBI PO എന്നുള്ളത്. ചിലർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു ഗോൾ സെറ്റ് ചെയ്യുക. വൺസ് ഒരു ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ബാങ്ക് എക്സാം എന്ന് പറയുമ്പോൾ ബാങ്ക് എക്സാംസ് മാത്രമായിരിക്കില്ല, അതിൻ്റെ കൂടെ തന്നെ സിമിലർ എക്സാംസ് ലൈക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്ത് വെക്കും. എനിക്ക് സിമിലർ എക്സാംസ് കൂടി നോക്കി വെക്കുക. സിമിലർ എക്സാംസ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് അവിടെ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ് അതേ സിലബസിൽ നടക്കുന്ന എക്സാംസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സിമിലർ എക്സാം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു വളരെ നല്ലൊരു എക്സാമ്പിളായിരുന്നു ഇൻഷുറൻസ് എക്സാം എന്ന് പറഞ്ഞത്. റെഗുലേറ്ററി ബോഡിയുടെ എക്സാംസ് ഉണ്ട്. അപ്പോൾ അതേ സിലബസിലാണ് മോസ്റ്റ് ഓഫ് ദി ഈ പറഞ്ഞ എക്സാംസ് ഒക്കെ നടക്കുന്നത്. പിന്നെ പാറ്റേണിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും. പക്ഷേ ഇൻഷുറൻസ് എക്സാമിലും എഗൈൻ നമ്മുടെ എക്സാം പാറ്റേണിൽ വലിയ വ്യത്യാസമൊന്നും വരില്ല. സിലബസ് മോസ്റ്റ് ഓഫ് ദി എക്സാംസിന് എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങൾ വെച്ച് പ്ലാൻ ചെയ്യാം. ആൻഡ് നിങ്ങൾ ആ എക്സാമിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇനി അത് കഴിഞ്ഞാൽ വൺസ് നിങ്ങൾ ആ ഒരു സിമിലർ എക്സാംസിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു എക്സാമിന് വേണ്ടി ആയിരിക്കത്തില്ല. എന്തെങ്കിലും കാണും കൂടെ ആ എക്സാം ശരിയല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ഒരു ഓപ്ഷൻ അവിടെ എപ്പോഴും ഉണ്ടായിരിക്കും. സോ അതൊരു വലിയ ഫാക്ടർ ആയിരിക്കും. സോ ആ കാര്യങ്ങളോട് മൈൻഡ് വെക്കുക. അതിന് ശേഷമാണ് നമ്മൾ ഈ പാറ്റേണും ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ആദ്യം ഒന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഈ പറഞ്ഞതിൽ ഇടയ്ക്ക് വരുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചുകൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം. ഒന്ന് ഏതൊക്കെ പോസ്റ്റിന് വേണ്ടിയാണ് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഗോൾ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ സമയത്ത് തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ക്ലർക്കൽ കാറ്റഗറി നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓഫീസർ സ്കെയിൽ പ്രൊബഷണറി ഓഫീസർ എന്ന് പറഞ്ഞുകൊണ്ടാണ് 2 വർഷത്തെ പ്രൊവിഷൻ ഉണ്ട് നിങ്ങൾക്ക്. അപ്പോൾ പ്രൊബഷണറി ഓഫീസർ എന്ന് പറഞ്ഞായിരിക്കും. പിന്നെ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ എന്ന് പറഞ്ഞൊരു എക്സാംസ് കൂടി വിളിക്കാറുണ്ട്. സ്പെഷ്യലിസ്റ്റ് ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സ്പെഷ്യൽ ക്വാളിഫിക്കേഷൻസ് വേണം. അഗ്രികൾച്ചറോ ITO അങ്ങനെയൊക്കെ പഠിച്ച ലോ അങ്ങനെയൊക്കെ പഠിച്ചവർ അവർക്ക് ഈ എക്സാംസ് കൂടാതെ അതിനും ഫോക്കസ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ് അത് കുറച്ചുകൂടി കോമ്പറ്റീഷൻ കുറവായിരിക്കും. ബിക്കോസ് സ്പെഷ്യലിസ്റ്റ് ഓഫീസർ സ്പെഷ്യൽ ആയിട്ടുള്ള ഓഫീസർ ആണെന്ന് നമുക്ക് പറയാം. സ്പെഷ്യൽ ക്വാളിഫിക്കേഷൻ കൂടി വേണം. സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ചിലപ്പോൾ അഗ്രികൾച്ചർ പഠിച്ചവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവിടെ വരുന്നുണ്ട്. പിന്നെ IT ലോ ഇങ്ങനെയൊക്കെ വേറെ അത് ഓരോ വട്ടം ഓരോ ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു കേസ് കൂടി നമുക്ക് അങ്ങനെയുള്ളവർക്ക് ആ ഒരു എക്സാം കൂടി എഴുതാൻ പറ്റും. പക്ഷേ ബാക്കിയുള്ളവർക്ക് ഈ 2 എക്സാം ആയിരിക്കും എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത്. ഇനി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന അടുത്ത കാര്യത്തിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ നമുക്ക് ഏതൊക്കെ എക്സാംസ് ആണ് വിളിക്കുന്നതെന്നുള്ള ഒരു കാര്യം ചോദിച്ചു. അപ്പോൾ ഏതൊക്കെ എക്സാംസിൻ്റെ ഒരു ചെറിയൊരു ടേബിൾ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ ടേബിൾ നമുക്ക് നോക്കി കഴിഞ്ഞാൽ SBIയിൽ നിന്ന് വിളിക്കുന്ന എക്സാംസ്, IBPSൽ നിന്ന് വിളിക്കുന്ന എക്സാംസ്, നമ്മുടെ RRB റീജിയണൽ റൂറൽ ബാങ്കിൽ നിന്ന് വിളിക്കുന്ന എക്സാംസ്, അതും IBPS ആണ് കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വിളിക്കുന്ന എക്സാംസിന് ഒരു ക്ലിയർ ലിസ്റ്റ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അപ്പം എല്ലാത്തിനും നിങ്ങൾക്ക് കാണാൻ പറ്റും ഓഫീസർ ക്ലർക്ക്, ഓഫീസർ ക്ലർക്ക്, ഓഫീസർ ക്ലർക്ക്, സെയിം അതേപോലെയാണ് എല്ലാ എക്സാംസും പോകുന്നത്. സോ ഈ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം നിങ്ങളുടെ ഏതൊക്കെ എക്സാംസ് ആണ് വിളിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ അല്ല, ഒരിക്കലും ഇത്രയല്ല. നമ്മുടെ ഈ പറഞ്ഞ കൂടാതെ തന്നെ അല്ലാതെ വിളിക്കുന്ന ഒരുപാട് എക്സാംസ് ഉണ്ട്. ഇപ്പം ഇതൊക്കെ നമ്മൾ കാണുന്ന ബാങ്ക് എക്സാംസ് ആണ് കാണുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് ഇൻഷുറൻസ് സെക്ടേഴ്സ് വിളിക്കാറുണ്ട്. ഇപ്പം നമ്മുടെ LIC വിളിക്കാറുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി വിളിക്കാറുണ്ട്, UIIC, അതുപോലെ നമ്മുടെ NACL വിളിക്കാറുണ്ട്, ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി, അതുപോലെ OICL ദി ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി, ഇവരെല്ലാം വിളിക്കാറുണ്ട്. ഇവരെല്ലാം വിളിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിന് വിളിക്കാറുണ്ട്. അതുപോലെ അസിസ്റ്റന്റ് അല്ലെങ്കിൽ നമ്മുടെ ക്ലർക്ക് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്, അസിസ്റ്റന്റ് പോസ്റ്റിന് വിളിക്കാറുണ്ട്. പിന്നെ ചില സമയത്ത് ചില ബാങ്ക് ഇൻഷുറൻസ് കമ്പനീസ് ഡെവലപ്മെന്റ് ഓഫീസർ എന്ന് പറയുന്ന ഒരു പോസ്റ്റിനോടി വിളിക്കാറുണ്ട്. ഇതെല്ലാം നമുക്ക് ഡെവലപ്മെന്റ് ഓഫീസർ, അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് ഓഫീസർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് വിളിക്കുന്നത്. 2026 ബാങ്ക് SSC കലണ്ടർ ഉടൻ വരുന്നു. വരാനിരിക്കുന്നത് 1 ലക്ഷത്തിൽ പരം അവസരങ്ങളാണ്. കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് മെന്റേഴ്സിനൊപ്പം വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്കൊരു സർക്കാർ ജോലി നേടിയെടുക്കാം. അതും ഇപ്പോൾ ഏറ്റവും മികച്ച ഓഫേഴ്സിൽ. എൻട്രി ഫ്യൂച്ചർ ഫെസ്റ്റിന്റെ ഭാഗമായി ബാങ്ക് SSC RRBയുടെ എല്ലാ കോഴ്സുകളും 40% വരെ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാം. കൂടെ അൺലിമിറ്റഡ് വാട്സ്ആപ്പ് അക്സസും. കൂടാതെ ഈ മാസം ഗോൾഡ് കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവരിൽ 3 പേർക്ക് നേടാം അൺലിമിറ്റഡ് ട്രാക്ക് വാലിഡിറ്റി. പെട്ടെന്ന് രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ കോഴ്സ് ഓഫേഴ്സ് എന്താണെന്ന് അറിയൂ. അപ്പോൾ AO ADO ഇങ്ങനെയൊക്കെയാണ് വരുന്നത് നമുക്ക്. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നേരത്തെ നിങ്ങൾ കണ്ട മേജറായിട്ട് കണ്ട 10 എക്സാംസ് കൂടാതെ തന്നെ ഇവിടുന്ന് ഈ 4 എണ്ണം എടുത്താൽ പോലും ഓരോന്നിലും നമുക്ക് ഈ പറഞ്ഞ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറോ അസിസ്റ്റന്റ് എടുത്താൽ പോലും ഇവിടുന്ന് വൈകാൻ 8 എക്സാം വരുന്നുണ്ട്. പക്ഷേ ഇത്രയാണോ ഉള്ളത്? അല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ വേറെ NABARD ഉണ്ട്, SEBI ഉണ്ട്. പെട്ടെന്ന് വളരെ ഇമ്പോർട്ടൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എടുത്ത് പറയുകയാണെങ്കിൽ ഇങ്ങനെ വേറെ ഒരുപാടുണ്ട്. ഇനി ഇത്രയേ ഉള്ളൂ? അല്ല. പ്രൈവറ്റ് ബാങ്കുകളുണ്ട്, ഫെഡറൽ ബാങ്ക് വിളിക്കാറുണ്ട്, സൗത്ത് ഇന്ത്യൻ ബാങ്ക് വിളിക്കാറുണ്ട്, ഇങ്ങനെയുള്ള പ്രൈവറ്റ് ബാങ്കുകളും വിളിക്കാറുണ്ട്. അപ്പോൾ
ഓപ്ഷൻസ് ഒരുപാടാണ്. ലൈക്ക് ഏതെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സായി കഴിഞ്ഞാൽ പിന്നെ അത് അടുത്ത വർഷമേ നടക്കത്തുള്ളൂ, അങ്ങനെയല്ല, തൊട്ട് പറയാൻ അടുത്ത ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് ബാക്ക് ടു ബാക്ക്, അപ്പോൾ ഒരെണ്ണം മിസ്സായാലും അടുത്ത് നമ്മുടെ തൊട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആ പ്രിപ്പറേഷൻ അതേ കൺസിസ്റ്റൻസിലി ഫോളോ ചെയ്യുക എന്നുള്ളത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇനി നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ ഈ ഒരു എന്താ പറയുക, നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റേജസിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. സോ പ്രിപ്പറേഷനിലേക്ക് വരുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ മേജറായിട്ട് 2 സ്റ്റേജാണ് വരുന്നത്. ഒന്ന് പ്രിലിംസ് എക്സാംസും പിന്നെ രണ്ടാമത്തെ മെയിൻസ് എക്സാമും. ആദ്യം നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പം അതിൽ നിന്ന് ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് എല്ലാം പ്രിലിംസ് എക്സാം എഴുതും. അപ്പോൾ ആ പ്രിലിംസ് എക്സാം കഴിഞ്ഞാൽ അതിൽ നിന്ന് സെലക്ട് ആവുന്ന വളരെ കുറച്ച് കാൻഡിഡേറ്റ്സ് ആയിരിക്കും ഇതിൻ്റെ രണ്ടാമത്തെ എക്സാമായ മെയിൻസ് എക്സാം എഴുതാൻ പോകുന്നത്. ഇവിടുന്ന് എക്സാം കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഒരു റിസൾട്ട് വരും. ആ റിസൾട്ട് വന്ന് അതിൽ നിന്ന് സെലക്ട് ആവുന്ന കാൻഡിഡേറ്റ്സ് മാത്രമായിരിക്കും മെയിൻസിൻ്റെ എക്സാം എഴുതാൻ പോകുന്നത്. ഇനി ഒരു ക്ലർക്കൽ എക്സാം ആണെങ്കിൽ അവർക്ക് ഈ 2 എക്സാം മാത്രമേ കാണത്തുള്ളൂ. പക്ഷെ ഒരു ഓഫീസർ ആണെങ്കിൽ അവർക്ക് ഉറപ്പായിട്ട് ഇൻ്റർവ്യൂ കൂടി കാണും. ഒരു ഓഫീസറാണ്, അവർക്ക് ഉറപ്പായിട്ട് ഇൻ്റർവ്യൂ കൂടി കാണും. ഇത് 2 കൂടാതെ അവർക്ക് ഇൻ്റർവ്യൂ കൂടി അഡീഷണൽ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് എന്ന് നമുക്ക് പറയാം. ഇനി നമ്മുടെ ഈ പറഞ്ഞ പ്രിപ്പറേഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ എക്സാമിൻ്റെ സ്റ്റേജസ് അറിഞ്ഞ് നമ്മൾ ആദ്യമേ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു. ഇനി പ്രിപ്പറേഷനിലേക്ക് വരുമ്പോൾ ആദ്യം എക്സാമിൻ്റെ സ്റ്റേജസ് അറിഞ്ഞിരിക്കുക. അതിനുശേഷം നമ്മുടെ സിലബസ് ഓൾറെഡി നമ്മൾ പറഞ്ഞു, അതൊക്കെ നമ്മൾ എടുത്തു വെക്കണം. അതിനുശേഷം ആദ്യം എന്ത് ചെയ്യുക, നമ്മുടെ ഈ പ്രിലിംസ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നിങ്ങളൊരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക. ആ സ്റ്റഡി പ്ലാൻ എങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു 2 തൊട്ട് 3 മാസത്തിൻ്റെ അകത്ത് നിങ്ങളുടെ സിലബസ് കവർ ആവണം. ഓക്കെ, നിങ്ങളുടെ പ്രിലിംസിൻ്റെ സിലബസ് കവർ ആവണം. എന്നാൽ ഈ പ്രിലിംസും മെയിൻസിൻ്റെയും സിലബസിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, ജസ്റ്റ് ക്വസ്റ്റിൻ്റെ ലെവലേ മാറുന്നുള്ളൂ. പിന്നെ മെയിൻസ് വരുമ്പോൾ നമുക്ക് കുറച്ച് കറണ്ട് അഫയേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്ട്രാ പഠിക്കാൻ വരുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ആ സിലബസ് കവർ ചെയ്യാനായിരിക്കണം നിങ്ങൾ ശ്രമിക്കുന്നത്. ആൻഡ് സിലബസ് കവർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓരോ ടോപ്പിക്കിൽ നിന്ന് വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്ത് പോകണം. എന്നാൽ മാത്രമേ നമ്മുടെ പ്രിപ്പറേഷൻ എത്രത്തോളം ആയി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യം, നമ്മുടെ ഒരു കൈൻഡ് ഓഫ് ഒരു 80-20 റൂൾ എന്ന് പറയാം. നമുക്കൊരു 80% ഓഫ് ദി ക്വസ്റ്റ്യൻസും വരുന്നത് നമ്മുടെ 20% ഓഫ് ദി ടോപ്പിക്കിൽ നിന്നാണ് നമുക്ക് വരുന്നത്. 80% ഓഫ് ദി ക്വസ്റ്റ്യൻസും വരുന്നത് 20% ഓഫ് ദി ടോപ്പിക്കിൽ നിന്നാണ് നമുക്കത് വരുന്നത്. അപ്പോൾ അതും നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. എങ്ങനെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ടോപ്പിക്സിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കുക. നിങ്ങളെ പഠിക്കാൻ ഇപ്പം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു ഡീറ്റെയിലേക്ക് കടക്കുന്നില്ല, നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇനി വരുന്ന ദിവസങ്ങളും വരുന്നുണ്ട്. ഓൾറെഡി നമ്മൾ നേരത്തെ ചെയ്ത് നമ്മുടെ ചാനലിൽ ഉണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് കണ്ടുനോക്കാം. ഒരു വളരെ ചെറിയൊരു എക്സാമ്പിൾ പറയാം. നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ഒരു മാത്സിൻ്റെ ഏരിയ, ലൈക്ക് നമുക്കറിയാം ഇവിടെ നമുക്ക് പഠിക്കാൻ വേണ്ടിയുള്ളത് ക്വാണ്ടിറ്റി ആപ്റ്റ്യൂഡ് ഒക്കെയാണ് നമുക്കുള്ളത്. അതിൽ ഞാൻ മാത്സ് മാത്രം ഇപ്പം പറയുകയാണെങ്കിൽ ക്വാണ്ടിറ്റി ആപ്റ്റ്യൂഡിൽ നമുക്ക് ഏകദേശം 23 ടോപ്പിക്ക് 22-24 ടോപ്പിക്ക് പഠിക്കാറുണ്ട്. പക്ഷേ ആ 24 ടോപ്പിക്കിൽ നിന്നാണ് നമുക്ക് ഏകദേശം 35 ക്വസ്റ്റ്യൻസ് വരുന്നത്. പക്ഷേ വെറും 4 ടോപ്പിക്കിൽ നിന്നാണ് 25 ക്വസ്റ്റ്യൻ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലെസ് ദാൻ 20% ഓഫ് ദി ടോപ്പിക്കിൽ നിന്നാണ് ഓൾമോസ്റ്റ് നമുക്ക് ഈ പറഞ്ഞ 80% ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിൽ ചോദിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ വളരെ സ്മാർട്ടുള്ള പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. വളരെ കുറച്ച് പഠിച്ചുകൊണ്ട് വളരെയധികം കവർ ചെയ്യുക. നിങ്ങൾ ആലോചിക്കുക, എക്സാമിൻ്റെ കട്ട് ഓഫ് ഒക്കെ അറൗണ്ട് 88 താഴെ നിൽക്കാറുള്ളൂ. ലൈക്ക് നമുക്ക് ഇപ്പം ക്ലർക്കൊക്കെ ആണെങ്കിൽ അതിൻ്റെ കട്ട് ഓഫ് ഒക്കെ വരുന്നത് നമുക്ക് ഏകദേശം ഒരു 65-75 ഇടയ്ക്കുക. ആൻഡ് പി ഒ ഒക്കെ ആണെങ്കിൽ കട്ട് ഓഫ് വരുന്നത് 55-65 ഇടയ്ക്കുക. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ഒന്ന് പ്രിപ്പയർ ചെയ്താൽ തന്നെ നമുക്ക് 80% കവർ ആവുന്നുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്സ് ആയിരിക്കണം നമ്മൾ എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത്. അത് കഴിഞ്ഞ് ബാക്കിയുള്ള ടോപ്പിക്സ് പഠിക്കേണ്ടതെന്നല്ല പറയുന്നത്. ബാക്കിയുള്ള ടോപ്പിക്സ് എന്തിനു വേണ്ടിയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കോർ മാക്സിമം കൂട്ടുക എന്നുള്ളതിന് വേണ്ടിയാണ്. സോ അത് നമ്മുടെ ഇപ്പോൾ IBPS ഒക്കെ ആണെങ്കിൽ നമ്മളവിടെ ബാങ്കിൻ്റെ പ്രിഫറൻസ് കൊടുക്കാറുണ്ട്. അപ്പോൾ ബാങ്കിൻ്റെ പ്രിഫറൻസ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ, നല്ല റാങ്ക് ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന അതേ പ്രിഫറൻസിൽ നമുക്ക് ജോലി കിട്ടും. അപ്പോൾ ആ ഒരു ഫാക്ടറിന് വേണ്ടിയായിരിക്കണം ബാക്കി ടോപ്പിക്സിന് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളോട് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അങ്ങനത്തെ ഒരു പ്രിപ്പറേഷൻ നിങ്ങൾ കൊണ്ടുപോകുക. അവിടെ 2 കാര്യങ്ങൾ എനിക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ളത്. ഒന്ന്, ഓരോ എന്താ പറയുക സബ്ജക്ട്സ് പഠിക്കുന്ന സമയത്ത് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കുക. ആൻഡ് ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും ആ ടോപ്പിക്കിൻ്റെ അകത്തുള്ള സബ് ടോപ്പിക്സിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കുക. ഒരു 3 ടോപ്പ് ഇമ്പോർട്ടൻറ്റ് സബ് ടോപ്പിക്കിൻ്റെ ഇത്. ബിക്കോസ് ആ ചാപ്റ്റർ മൊത്തത്തിൽ എടുത്താലും ചാപ്റ്ററിൽ മൊത്തത്തിൽ ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല. അതിൽ നിന്ന് വളരെ കുറച്ചൊരു സബ് ടോപ്പിക്സ് ആയ 2-3 സബ് ടോപ്പിക്കിൽ നിന്നായിരിക്കും മെജോറിറ്റി ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളത്. അത് മനസ്സിലാവണമെങ്കിൽ നമുക്ക് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കണം. ആൻഡ് അത് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ആ സബ് ടോപ്പിക്സിനെ ഒന്നുകൂടി ഒന്ന് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ വളരെ സ്മാർട്ടുള്ള പ്രിപ്പറേഷൻ ആയിരിക്കും അത് എക്സാംസ് ക്ലിയർ ചെയ്യാൻ വേണ്ടി. സോ അതും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങളോട് ഞാൻ ചോദിക്കുക, ഈ ചാപ്റ്ററിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് 3 ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് വളരെ പെട്ടെന്ന് പറയാൻ പറ്റണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇതിന് ശേഷം വൺസ് നിങ്ങൾ ഇതൊക്കെ കവർ ചെയ്ത് കഴിയുമ്പോൾ ആയിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, മെയിൻസിൻ്റെ പ്രിപ്പറേഷൻ കൂടി സ്റ്റാർട്ട് ചെയ്യണം. നമ്മുടെ പ്രിലിംസ് കഴിഞ്ഞ് പിന്നെ 15 ദിവസത്തോളം നമുക്ക് ഈ പറഞ്ഞ റിസൾട്ട് വന്ന് ഒരു 15 ദിവസമൊക്കെ നമുക്ക് പിന്നെ മെയിൻസിന് വേണ്ടി കിട്ടത്തുള്ളൂ. അപ്പം റിസൾട്ട് വരട്ടെ, ആദ്യം പ്രിലിംസ് കിട്ടിയിട്ടല്ലേ മെയിൻസ് എന്ന് ആലോചിക്കില്ല. ഓക്കെ, മെയിൻസ് നേരത്തെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. ബിക്കോസ് പ്രിലിംസ് കിട്ടിയിട്ട് പിന്നെ മെയിൻസ് ഫെയിൽ ആയി പോകും. അപ്പോൾ ആ ഒരു ഇഷ്യൂ ഉണ്ടാവാതിരിക്കാൻ
പ്രിലിംസിൻ്റെ സിലബസ് കവറായി കഴിഞ്ഞാൽ പിന്നെ ഉടനെ മെയിൻസിൻ്റെ കൂടി പ്രിപ്പറേഷൻ അതിൻ്റെ കൂടെ കൊണ്ടുപോകണം. പക്ഷേ അത് നമ്മുടെ പ്രിലിംസിൻ്റെ റിവിഷൻ്റെ കൂടെ ആയിരിക്കണം. അല്ലാതെ ഓക്കെ പ്രിലിംസ് കഴിഞ്ഞു ഇനി ഫുൾ മെയിൻസ് പഠിക്കാം എന്നൊരു ആംഗിൾ ആയിരിക്കില്ല. മെയിൻസ് പഠിക്കുക, ഒരു സമയം മാറ്റി വെക്കുക, പക്ഷേ അതിൻ്റെ കൂടെ തന്നെ പ്രിലിംസിൻ്റെ റിവിഷൻ കൂടി ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് ഫൈനലി നമുക്ക് ഈ എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്കറിയാം, നമുക്ക് ആ എക്സാം എഴുതണമെങ്കിൽ എക്സാമിൻ്റെ അതേ പാറ്റേണിലുള്ള ടെസ്റ്റുകൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം. സോ അതിന് വേണ്ടിയാണ് നമുക്ക് മോക്ക് ടെസ്റ്റ് വരുന്നത്. അതേ സെയിം പാറ്റേണിലുള്ള ടെസ്റ്റുകൾ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ചെയ്ത് നോക്കുന്നത്. സോ അതും നമ്മൾ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഏതൊക്കെ ഏരിയ പഠിക്കാനുണ്ടെന്ന് ചോദിച്ചാൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, ഇംഗ്ലീഷും കറണ്ട് അഫയേഴ്സ് ആൻഡ് ജനറൽ അവയർനെസ് ആണ് പഠിക്കാനുള്ളത്. നമുക്ക് ഇത് നമ്മുടെ പ്രിലിംസിന് ആൻഡ് മെയിൻസിന് വേണം, ഇത് നമ്മുടെ പ്രിലിംസിനും മെയിൻസിനും വേണം, ആൻഡ് ഇതും നമുക്ക് പ്രിലിംസിനും മെയിൻസിനും വേണം. പക്ഷേ നമ്മുടെ കറണ്ട് അഫയേഴ്സും മെയിൻസിനും മാത്രം മതി, നിങ്ങൾക്ക് പ്രിലിംസിന് ആവശ്യമില്ല. സോ ഈ ഒരു രീതിയിൽ നിങ്ങൾ അതിനെ ഫോക്കസ് ചെയ്യണം. ഇനി അടുത്ത നമ്മൾ ഈ പറഞ്ഞ പോലെ ചില റെയർ എക്സാംസിൽ വരുന്ന ചേഞ്ചസ് അറിഞ്ഞിരിക്കണം. ഇപ്പം നമ്മുടെ RRB റീജിയണൽ റൂറൽ ബാങ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് റീസണിങ്ങും മാത്സും ഇംഗ്ലീഷും മെയിൻസ് വരുമ്പോൾ കറണ്ട് അഫയേഴ്സും പഠിക്കാനുണ്ട്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. പക്ഷേ ഇത് കൂടാതെ RRBയുടെ എക്സാമിൽ മാത്രം നമുക്ക് കമ്പ്യൂട്ടർ അവയർനെസ് കൂടി നമുക്ക് പഠിക്കാനുണ്ട്. RRBയുടെ എക്സാമിൽ മാത്രം. ഓക്കെ, അപ്പം അങ്ങനെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അത് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമ്മുടെ റീജിയണൽ റൂറൽ ബാങ്കിൻ്റെ എക്സാമിൽ മാത്രം നമുക്ക് ഈ കമ്പ്യൂട്ടർ കൂടി നമുക്ക് നോക്കാനുണ്ടെന്നുള്ളത് കൂടി അറിഞ്ഞിരിക്കാം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സാമിൻ്റെ സിലബസ് നമ്മൾ അറിഞ്ഞിരിക്കണം. എക്സാമിൻ്റെ സിലബസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ സിലബസ്. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം നിങ്ങളുടെ പ്രിപ്പറേഷന് വേണ്ടി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇത്രയും ടോപ്പിക്കൊക്കെയാണ് പഠിക്കാനുള്ളത്. ഞാൻ ടോപ്പിക്കിനെയും വളരെ മിനിമം എന്ന റാങ്കിളിൽ ലിസ്റ്റ് ചെയ്തേക്കാം, ഒരുപാട് ഡീറ്റെയിലേക്ക് പോകുന്നതിന് പകരം. പക്ഷേ ഈ ഒരു കാണുന്ന ടോപ്പിക്കിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന 4 ടോപ്പിക്കിൽ നിന്നാണ്. ഈ കാണുന്ന 4 ടോപ്പിക്കിൽ നിന്ന് ഇവിടെ നിന്നാണ് നമുക്ക് ഏകദേശം 25 ക്വസ്റ്റ്യൻ വരുന്നത് ഔട്ട് ഓഫ് 35 ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 21 ഞാൻ ഇപ്പോൾ ലിസ്റ്റ് ചെയ്തേക്കുന്നതിലുള്ളത്. ഞാൻ ഒരുപാട് ഡീറ്റെയിലേക്ക് പോകാതെ വളരെ നോർമലായിട്ടുള്ള ചാപ്റ്റേഴ്സിനെ വളരെ നോർമലിയാണ് ലിസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പം ഇപ്പം നമുക്കിവിടെ അപ്രോക്സിമേഷൻ ഉണ്ട്, എക്സ്ട്രാ പറയണമെങ്കിൽ നമുക്കിവിടെ അപ്രോക്സിമേഷൻ ഉണ്ട്, ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ വരുന്നുണ്ട് അവിടെ. ബട്ട് അതർവൈസ് ഈ 21 ചാപ്റ്ററിൽ നമ്മുടെ 4 ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 20% ഓക്കെ. നമ്മുടെ 21-ൽ 4 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് ദാൻ 20%. പക്ഷേ നമ്മൾ എത്ര ക്വസ്റ്റ്യൻ വരും എന്ന് പറഞ്ഞേ, നമുക്ക് 35-ൽ 25 ക്വസ്റ്റ്യൻ. 35-ൽ 25 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അത് 5/7 വരും. 5/7 എന്ന് പറഞ്ഞാൽ അറൌണ്ട് 72% വരും. അപ്രോക്സിമേറ്റ്ലി 72% വരും. നോക്കിയേ, നമ്മൾ 20%-ക്കാളും കുറച്ച് പഠിച്ചുകൊണ്ട് 72% എക്സാം പോയിന്റ് ഓഫ് വ്യൂ കവർ ചെയ്തു. ഇതാണ് ഞാൻ നേരത്തെ ഉദ്ദേശിച്ച ആ ഒരു 28. അത് എക്സാക്ട്ലി 28 ആയിരിക്കത്തില്ല, ചെറിയ വ്യത്യാസം കാണും. പക്ഷേ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ലൈക്ക് ലെസ് ദാൻ 20% പഠിച്ചുകൊണ്ട് അറൌണ്ട് 72% കവർ ചെയ്തു എന്ന റാങ്ക്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുക. അതുപോലെ ഇതാണ് നിങ്ങളുടെ റീസണിങ്ങിൻ്റെ സിലബസ്. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം നിങ്ങളുടെ ഫ്യൂച്ചർ പ്രിപ്പറേഷന് വേണ്ടി. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ സിലബസ്. അത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം ഫ്യൂച്ചർ പ്രിപ്പറേഷന് വേണ്ടി. ഇനി നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ചെക്ക് ലിസ്റ്റിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ സെലക്ഷൻ പ്രോസസ്സിൽ നമ്മൾ പറഞ്ഞ പ്രിലിംസ് നമുക്ക് എല്ലാ എക്സാംസിനും ഉണ്ട്. അതിന് ശേഷമാണ് ഇതിവിടുന്ന് സെലക്ട് ആവുന്ന ആൾക്കാരാണ് പിന്നെ മെയിൻസ് എക്സാംസിലേക്ക് വരുന്നത്. മെയിൻസ് എക്സാമും എല്ലാവർക്കും ഉണ്ട്. അതിൻ്റെ ഒരു ക്ലർക്കൽ എക്സാം ആണെങ്കിൽ നമുക്ക് ഇത് രണ്ടും ആയിരിക്കും വരുന്നത്. ക്ലർക്ക് ആണെങ്കിൽ നമുക്ക് ഇത് രണ്ടും ആയിരിക്കും വരുന്നത്. അവിടെ അവർക്ക് എന്ത് കാണത്തില്ല, ഇൻ്റർവ്യൂ കാണത്തില്ല. ഇനി PO എക്സാം ആണെങ്കിൽ അവർക്ക് ഇതും കാണും. അതുകൂടാതെ അവർക്ക് എന്തുകൂടി കാണും, ഇൻ്റർവ്യൂ കൂടി കാണും. പക്ഷേ അത് ഓഫീസേഴ്സിന് മാത്രമേ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കത്തുള്ളൂ, ക്ലർക്കിന് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ചെക്ക് ലിസ്റ്റിൽ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ആ ചെക്ക് ലിസ്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് അവസാനത്തെ പോയിന്റ് ആയ മോക്ക് ടെസ്റ്റ്. ആ മോക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന ഓരോ ടോപ്പിക്ക് പ്രിപ്പയർ ചെയ്യുമ്പോഴും അതിൻ്റെ ടോപ്പിക് വൈസ് ടെസ്റ്റുകളും പ്രീവിയസ് ക്വസ്റ്റ്യനും ചെയ്തു പോകണം. നിങ്ങളൊരു സബ്ജക്റ്റ് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ നിങ്ങൾ സെക്ഷണൽ മോക്ക് ടെസ്റ്റ് ചെയ്യണം. എന്താ സെക്ഷണൽ മോക്ക് ടെസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സബ്ജക്റ്റിൻ്റെ മാത്രമുള്ള ടെസ്റ്റ് എന്ന് കഴിഞ്ഞാൽ അവിടെ മാത്സിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും വരും എന്നുള്ള രീതിയിൽ. എന്നിട്ടാണ് നിങ്ങൾ ഫുൾ മോക്ക് ടെസ്റ്റിലേക്ക് പോകേണ്ടത്. ഫുൾ മോക്ക് ടെസ്റ്റിലേക്ക് പോകുമ്പോഴും നിങ്ങൾക്കൊരു ഗോൾ ഉണ്ടായിരിക്കണം, എത്രയാണ് സ്കോർ ചെയ്യേണ്ടത്. ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറയാം. എനിക്ക് എല്ലാ ബാങ്ക് എക്സാംസും പറയാൻ പറ്റത്തുകൊണ്ട് ഒരു എക്സാമ്പിൾ പറയാം. SBIയുടെ ക്ലർക്കിൻ്റെ എക്സാമാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. ലാസ്റ്റ് 5 വർഷത്തെ SBI ക്ലർക്കിൻ്റെ കട്ട് ഓഫ് എടുക്കുക. നിങ്ങൾ കേരളമാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ കേരളത്തിലെ ലാസ്റ്റ് 5 വർഷത്തെ SBIയുടെ എക്സാമിൻ്റെ കട്ട് ഓഫ് എടുക്കുക. ലാസ്റ്റ് 5 വർഷത്തെ SBIയുടെ ക്ലർക്കിൻ്റെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് ഏറ്റവും ഹയസ്റ്റ് എടുക്കുക. അതിൽ ഏറ്റവും ഹയസ്റ്റ് 78 ആണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ 78 ആണെങ്കിൽ അതിനേക്കാളും ഒരു 3-4 മാർക്ക് ഒന്ന് കൂട്ടി വെക്കുക. ഇപ്പോൾ ലൈക്ക് 80 എന്ന് വല്ലതും വെക്കുക. എന്നിട്ട് നിങ്ങളൊരു ടാർഗറ്റ് വെക്കുക. ദാറ്റ് ഓക്കെ എൻ്റെ ടാർഗറ്റ് 80 ആണ്.
ഈ ടാർഗറ്റ് 80 എത്താൻ വേണ്ടി നിങ്ങൾ എത്ര മോക്ക് ടെസ്റ്റ് ആണോ ചെയ്യേണ്ടത് അത്രയും മോക്ക് ടെസ്റ്റ് ചെയ്യുക. ചിലർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ഉണ്ട്, എത്ര മോക്ക് ടെസ്റ്റ് ചെയ്യണം എക്സാമിന് മുമ്പെന്ന്. ഓക്കെ, അതിനൊരു നമ്പർ ഇല്ല. ചിലവർക്ക് അത് ഈ പറയുന്ന ഒരു 20 മോക്ക് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് 80 എത്താൻ പറ്റും. ചിലവർക്ക് അത് 100 എണ്ണം ചെയ്യുമ്പോഴായിരിക്കും, ചിലർക്ക് 200 എണ്ണം ചെയ്യുമ്പോഴായിരിക്കും. അപ്പം അത് 500 ആണെങ്കിലും ശരി, നിങ്ങൾക്ക് 80 എത്താൻ എത്ര മോക്കാണോ നിങ്ങൾ ചെയ്യേണ്ടത് അത്രയും മോക്ക് ടെസ്റ്റ് നിങ്ങൾ ചെയ്യുക. ആ ഒരു പോയിന്റ് റീച്ച് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് നിങ്ങളുടെ ഗോൾ എന്ന് പറയുന്നത്. അതൊരു സമയമെടുക്കും, പക്ഷെ അത് ഉറപ്പായിട്ടും അച്ചീവ് ചെയ്യാൻ പറ്റണം. എന്നാലേ നമുക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബാങ്ക് എക്സാംസിലേക്ക് വരുമ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് നമുക്കിവിടെ എൻട്രിയിലും ബാച്ചസ് ഉണ്ട്. ഈ ബാച്ചസിൽ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക, ക്ലാസ്സസും ഈ മോക്ക് ടെസ്റ്റുകളും ഈ പഠിക്കാനുള്ള മെറ്റീരിയലുകളും ഈ ബുക്കുകളും എല്ലാം ഒരുമിച്ച് കിട്ടുന്നതായിരിക്കും. ലൈക്ക് ഇവിടെ തന്നെ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് കിട്ടും, നിങ്ങളുടെ സമയം അനുസരിച്ച് നിങ്ങൾക്ക് അത് കാണാം. ലൈവ് ക്ലാസ്സസ് ഉണ്ട്, ഈവനിങ് ആയിരിക്കും പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ ഡേ ടൈം വേറെ ആക്ടിവിറ്റീസ് ഉള്ളവർക്ക് അത് ഒട്ടും എഫക്റ്റ് ചെയ്യത്തില്ല. അതേപോലെ തന്നെ ഇവിടെ തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഈ ബുക്കുകൾ, മോക്ക് ടെസ്റ്റുകൾ, പ്രാക്ടീസിന് വേണ്ടിയുള്ള മോക്ക് ടെസ്റ്റുകൾ, ക്വിസുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആസ് എ പാക്കേജ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പല സ്ഥലത്ത് പോകേണ്ട ആവശ്യം വരത്തില്ല. അപ്പോൾ അതുകൂടാതെ ഇപ്പം ഈ ഒരു സമയത്ത് ഈ ബാച്ചിലേക്കൊക്കെ ജോയിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 40% ഓഫും വരുന്നുണ്ട് ഈ ബാച്ചസിലേക്ക്. അപ്പോൾ നിങ്ങൾക്ക് 40% ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ഈ ബാച്ചസിലേക്ക് ജോയിൻ ചെയ്ത് അടുത്ത വർഷം വരാതിരിക്കുന്ന എക്സാംസിനൊക്കെ വേണ്ടി ഇപ്പോഴേ നല്ലപോലെ പഠിച്ചു തുടങ്ങാം. അത് കൂടാതെ ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്നവർക്ക് 3 ലക്കി വിന്നേഴ്സിന്, 3 ലക്കി ഗോൾഡ് യൂസേഴ്സിന്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഗോൾഡ് ബാച്ച് എന്ന് പറയും, ഈ ബാച്ചിലെ 3 യൂസേഴ്സിന് എന്താ പറയുക, അൺലിമിറ്റഡ് അക്സസ് ആയിരിക്കും കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ യൂഷ്വലി ബാച്ചസ് ഒക്കെ 1 ഇയർ വാലിഡിറ്റി വരുന്നത്. പക്ഷേ ഇവിടെ 3 ലക്കി വിന്നേഴ്സിന് 1 ഇയർ വാലിഡിറ്റി ആയിരിക്കത്തില്ല, അവർക്ക് അൺലിമിറ്റഡ് ആയിരിക്കും വാലിഡിറ്റി എന്ന് പറയുന്നത്. സോ അതും ഇവിടെ വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഈ നമ്മുടെ ഇയർ എൻഡ് സ്പെഷ്യൽ ഓഫേഴ്സ് ആണ് ഇതെന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയും നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ 7736122215. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നോക്കാം, അവിടെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുവഴിയും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനൊക്കെ പറ്റും. അപ്പോൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നമ്മുടെ എൻട്രിയുടെ അക്കാഡമിക് കൗൺസിലേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ബാച്ചസിലേക്ക് ജോയിൻ ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ വരുന്നതിനനുസരിച്ച് നമുക്ക് വീണ്ടും ഇവിടെ തന്നെ നമുക്ക് മീറ്റ് ചെയ്യാം. താങ്ക് യു.